മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഡിഫറെൻറ്റ് ബോർഡിലുള്ളവർക്കുള്ള നോർമലൈസേഷനെ കുറിച്ചൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഇൻഡെക്സ് മാർക്ക് നിങ്ങളുടെയും മറ്റു വേറെ കുട്ടികളുടെയും ഒരേ മാർക്ക് കിട്ടുവാണ്, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്. കഴിഞ്ഞ വർഷം കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റാണിത്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 1 മുതൽ 39 വരെ സീരിയൽ നമ്പറിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരേ ഇൻഡെക്സ് മാർക്കാണ്, അതായത് 300. അതുപോലെ അടുത്ത ഘട്ടത്തിലും ഒരേ മാർക്കാണ് നമുക്ക് കാണാൻ പറ്റുക, 299.17. ഇത് എങ്ങനെയാണ് ഒരേ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് റാങ്കിലുള്ള വ്യത്യാസവും നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് അവിടെ ലെഫ്റ്റ് എൻഡിൽ കാണുന്നത് സ്റ്റുഡൻറ്റിൻ്റെ പേര്, അത് കഴിഞ്ഞ് കോട്ടയാണ്, കമ്മ്യൂണിറ്റി കോട്ടയാണോ അല്ല സ്റ്റേറ്റ് മെറിറ്റ് ആണോ എന്നുള്ളത്. അത് കഴിഞ്ഞ് കാണുന്നത് ഓപ്ഷൻ നമ്പറാണ്, അത് കഴിഞ്ഞാണ് ഇൻഡെക്സ് മാർക്ക് 300 എന്ന് കാണുന്നത്, ഇപ്പോൾ കാണുന്നുണ്ട് സ്ക്രീനിൽ. അത് കഴിഞ്ഞ് കാണുന്നത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും. അത് കഴിഞ്ഞ് ഉള്ളത് ആദ്യത്തെ വിദ്യാർത്ഥിയുടെ റാങ്ക് 3 ആയിരുന്നു, എന്നാൽ 39ാമത്തെ സെയിം മാർക്കുള്ള വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് 698 ആണ്. അതെങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. അങ്ങനെയുള്ളപ്പോൾ ചെയ്യുന്നത്, ഒരേ മാർക്കുള്ള കുട്ടികളുടെ തന്നെ ബയോളജിക്ക് കൂടുതൽ മാർക്കുള്ള കുട്ടീനെ ഹയസ്റ്റ് റാങ്കിലിടും, മറ്റേ കുട്ടീനെ അതിൻ്റെ ബയോളജീൻ്റെ മാർക്ക് അനുസരിച്ച് താഴേക്കിടും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ കുട്ടികൾക്ക് ഇൻഡെക്സ് മാർക്കും ബയോളജിയുടെ മാർക്കും ടൈ ആണ്, രണ്ടും ഒന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയുടെ മാർക്കാണ് നെക്സ്റ്റ് ആയിട്ട് പരിഗണിക്കുക. അതിൻ്റെ ബേസിസിൽ റാങ്കിൽ സ്ഥാനം കൊടുക്കുന്നതാണ്. കെമിസ്ട്രിയുടെ മാർക്കും ടൈ ആണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് ഫിസിക്സിൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യും. അപ്പോൾ ഫിസിക്സിൻ്റെ മാർക്കിൻ്റെ ബേസിസിൽ റാങ്ക് മേലെയും താഴെയായിട്ട് ഈ കുട്ടികളെ ഇടും. ഇനി അതും കഴിഞ്ഞ് ഫിസിക്സിനും മാർക്ക് സെയിം ആണെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് +1 +2ൻ്റെ ടോട്ടൽ മാർക്സ് ആർക്കാണോ കൂടുതൽ അതനുസരിച്ച് റാങ്ക് ഇടുന്നതായിരിക്കും. ഇനി അതും ടൈ ആവാൻ ചാൻസ് ഉണ്ട്, കുറേ കുട്ടികളെ കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അടുത്തതായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആ കുട്ടികളുടെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യും. ഇംഗ്ലീഷിൽ ആർക്കാണോ മാർക്ക് കൂടുതലുള്ള ആ കുട്ടീനെ ഹയസ്റ്റ് റാങ്കിങ് കൊടുക്കും, അങ്ങനെ കൺസിഡർ ചെയ്യാറുണ്ട്. ഇനി ഇംഗ്ലീഷിൻ്റെ മാർക്കും ടൈ ആണ്, എല്ലാം ഇതുവരെയുള്ള എല്ലാം തന്നെ ടൈയിൽ വരുവാണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഏജ് കൺസിഡർ ചെയ്യും. അതായത് ഏത് സ്റ്റുഡൻ്റാണോ കൂടുതൽ ഓൾഡർ, ആർക്കാണോ കൂടുതൽ ഏജ് ഉള്ളത് അവരെ ഹയസ്റ്റ് റാങ്കിങ് കൊടുക്കും. അങ്ങനെയും കൂടെ ചെയ്യാറുണ്ട്. ഇനി ഏജ് വെച്ചിട്ട് അതും സെയിം ആണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ചിലപ്പോൾ റെയർ ആയിരിക്കും ഇത്രയും ടൈ ഒക്കെ വരുന്നത്, എന്നാലും ദർ ഇസ് എ ചാൻസ് റൈറ്റ്, ഇൻക്ലൂഡിങ് ഏജ് ഒരേ ഡേറ്റ് ഓഫ് ബർത്തും കൂടെയുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ആ കേസിൽ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിസൈഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും റാങ്കിങ് പൊസിഷൻ വരുന്നത്. ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കോളേജസിനെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ നമസ്കാരം.